പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറിയൊരു ഹദീസ് ഇൻഷാ അല്ലാഹ് പറയുകയാണ്. ചെറിയൊരു ഹദീസ് ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് സലാത്തിലേക്ക് കടക്കാണ്. വെള്ളിയാഴ്ച രാവാണ്. എല്ലാവരും മജ്ലിസിലേക്ക് എത്തുക, എല്ലാവരും വേഗം മജ്ലിസിലേക്ക് എത്തുക ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പല സ്ഥലങ്ങളിലും അതിര് തർക്കമാണ് അല്ലേ? അതിര് തർക്കങ്ങൾ, വസ്തുവിന് വേണ്ടി, ഒരു പിടി മണ്ണിന് വേണ്ടി സഹോദരനുമായിട്ട് പിണങ്ങി നിൽക്കൽ, ആ ഒരു പിടി മണ്ണിന് വേണ്ടി സഹോദരനെ കൊല്ലൽ, ഒരു പിടി മണ്ണിന് വേണ്ടി, ഒരു സെന്റിന് വേണ്ടി, 2 സെന്റിന് വേണ്ടി, ചിലപ്പോൾ 1/2 സെന്റിന് വേണ്ടിയിട്ട് സഹോദരിയെ തലക്കടിച്ചു കൊല്ലൽ. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പത്രവാർത്തകളിലും ചാനലുകളിലൊക്കെ കേൾക്കുന്നതല്ലേ. എത്രയോ സംഭവങ്ങളാണ് ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അന്യന്റെ മുതല് അപഹരിക്കുന്ന എത്രയോ ആളുകൾ, സ്വന്തം സഹോദരന്റെ മുതല് അപഹരിച്ചുകൊണ്ട് അവൻ മാത്രം സുഖിച്ച് ജീവിക്കുന്നവൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കുള്ള ഹദീസാണെന്ന് നമ്മൾ പറയുന്നത്. حدثنا أبو اليمان أخبرنا شعيب عن زهري قال حدثني طلحة بن عبد الله أن عبد الرحمن بن عمرو بن سهل أخبره أن سعيد بن زيد رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من ظلم من الأرض شيئا طوقه من 7 أرضين. മഹാനായ സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് അന്യന്റെ ഭൂമിയുടെ വല്ല ഭാഗവും ആക്രമിച്ച് കൈവശപ്പെടുത്തിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ അയൽവാസിയുടെ വസ്തുവിനെ, ഭൂമിയുടെ മണ്ണിനെ, ഭൂമിയെ ആക്രമിച്ച് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന് കൊടുക്കേണ്ട ഓഹരിയെ ആക്രമിച്ച് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ സഹോദരിക്ക് കൊടുക്കേണ്ട ഭൂമിയെ, ഓഹരിയെ, ഭൂമിയുടെ വല്ല ഭാഗവും ആക്രമിച്ച് കൈവശപ്പെടുത്തിയാൽ, എടാ മോനെ, മുത്തുനബി തങ്ങൾ പറയുകയാണ്, നാളെ നിനക്കൊരു മരണമുണ്ട് കേട്ടോ. നിന്റെ വീട്ടിൽ സന്തൂക്ക് കൊണ്ടുവച്ചിട്ട്, നിന്റെ വീട്ടിൽ അതാ മയ്യത്ത് കട്ടിൽ കൊണ്ടുവച്ചിട്ട് നിന്നെ കൊണ്ടുപോകുന്ന, അതാ ഒരു കട്ടിൽ കൊണ്ടുവന്ന്, വാഹനം കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നൊരു ദിവസം വരാനുണ്ട്. ആരോരുമില്ലാത്ത ഒരു ഖബറിലേക്ക് പോകേണ്ട ദിവസം വരാനുണ്ട്. നാളെ മഹ്ശറയിൽ നീ ചെല്ലാനുണ്ട് മോനെ. ആ സമയത്ത് നാളെ അവനെ, അതാ അവൻ അപഹരിച്ചെടുത്ത 7 ഇരട്ടി ഭൂമി അവന്റെ കഴുത്തിലണിയിച്ചിട്ടാണ് നാളെ എല്ലാവരുടെ മുന്നിലോ കോടാനുകോടി ജനങ്ങൾ സമ്മേളിക്കുന്ന മഹ്ശറ, പുന്നാര നബിത്തങ്ങൾ നോക്കുന്ന മഹ്ശറ, മഹദിമാരായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയും, ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും, ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാർ, നമുക്കറിയുന്നവരും അറിയാത്തവരും, നമ്മളെ ശത്രുക്കളോ നമ്മളുടെ കൂട്ടുകാരും, എല്ലാവരും മണിനിരന്ന് നിൽക്കുന്ന മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയില് അയൽവാസിയുടെ ഭൂമി ആക്രമിച്ച് കൈവശപ്പെടുത്തിയവനെ, അതാ സ്വന്തം സഹോദരിയുടെ ഭൂമിയെ, ഓഹരിയെ, സഹോദരന്റെ മുതലിനെ ആക്രമിച്ച് കൈവശപ്പെടുത്തിയവനെ അള്ളാഹു കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയോ? അവൻ എത്രയാണോ ആക്രമിച്ച് കൈവശപ്പെടുത്തിയത്, അതിന്റെ 7 ഇരട്ടി, അതിന്റെ 7 ഇരട്ടി അവന്റെ കഴുത്തിൽ അതാ ഒരു മാല പോലെ തൂക്കിയിട്ട് കൊണ്ടുവരുമെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
നിസ്സാരമായി കരുതണ്ട എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ. ഇവിടെ ഒരുപാട് സ്വത്തുണ്ടായിട്ട് ഒരുപാട് ഭൂമി ഉണ്ടായിട്ട് എന്താ കാര്യം? മരിച്ചുപോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകും. നമ്മള് അന്യന്റെ അതല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളുടെ സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി സ്വന്തം പെങ്ങളോട് മിണ്ടാതിരിക്കുന്ന ആളുകൾ, സ്വന്തം ആങ്ങളയോട് മിണ്ടാതിരിക്കുന്ന, അളിയനോട് പിണങ്ങി നിൽക്കുന്നവര്. പ്രശ്നങ്ങളാണ്, പരസ്പരം കണ്ട വൈരാഗ്യം. ചോദിച്ചാൽ എന്താണ്? ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. പാടില്ല. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മരണപ്പെട്ടു പോകും. ആ സമയത്ത് ഇതൊന്നും നമ്മളെ കൂടെ ഉണ്ടാവൂല. നമ്മളെ കൂടെ ആകുണ്ടാകും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. നമ്മൾ ഈ വിഷയങ്ങൾക്ക് ക്ഷമിച്ചു കൊടുത്തത് മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവൂ. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരാളുടെയും മുതലിനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഒരാളുടെ മുതലിനെ നമ്മൾ അപഹരിക്കാൻ പാടില്ല. അയൽക്കാരന്റെ മുതലിനെ, അതല്ലെങ്കിൽ അതാ നമ്മളെ സഹോദരിയുടെ, നമ്മളുടെ സഹോദരന്റെ, നമ്മളുടെ കുടുംബങ്ങളുടെ മുതലിനെ നമ്മൾ അതാ അപഹരിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി സമയങ്ങളിൽ അതിര് തോണ്ടുന്നവരുണ്ട്. രാത്രി സമയങ്ങളിൽ സർവേ കല്ല് മാറ്റിയിട്ടിട്ട് രാത്രി സമയത്ത് ടോർച്ചായിട്ട് ഇറങ്ങും ചില ആളുകൾ. ഇറങ്ങിയിട്ട് എന്താ പരിപാടി? അപ്പുറത്തെ വീട്ടിലെ സർവേ കല്ല് ഊരിയിട്ട് കുറച്ച് അപ്പുറത്തോട്ട്, മനസ്സിലായില്ല? അപ്പൊ അത്രയും സെന്റ് ഓന്റെ. ഇപ്പൊ അതൊന്നും നടക്കൂല. പണ്ട് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ നടക്കൂലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളുടെ മുതലിനെ അപഹരിച്ച് നമ്മൾ കീഴ്പ്പെടുത്തരുത്. എന്തിനാണ് അത്? നമ്മളെ മക്കള് തിന്ന, നമ്മളെ മക്കള് തിന്ന, നമ്മൾ തിന്ന നമുക്ക് ദഹിക്കോ? ഒരിക്കലും പാടില്ല. അല്ലാഹുവേ, ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നു, അങ്ങനെ നിങ്ങൾ ഒരാളുടെയും മുതലിനെ അപഹരിക്കരുതേ, നിങ്ങൾ അടിച്ചു മാറ്റരുതേ. അതിന് വസ്തുവിലായാലും, നീ നിൽക്കുന്ന കടയിലാണെങ്കിലോ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും, നീ അതാ ജോലി ചെയ്യുന്ന അറബിയുടെ അടുത്താണെങ്കിലോ, അതാ മറ്റുള്ളവന്റെ മുതലാണെന്നുള്ള ബോധം വേണം. അവരുടെ മുതലിനെ അവരറിയാതെ നീ എടുത്തുകൊണ്ട് പോകല്ല മോനെ. പാടില്ലെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ.